വെള്ളമല്ല അങ്ങോട്ടുള്ളത്. വെള്ളം കൂടുതലാ അല്ലേ? നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കുട്ടനാട് ഇങ്ങനെ ഇരിക്കാൻ എന്നാണ് നമുക്കൊക്കെ ഇഷ്ടം അല്ലേ? ഇത് കാണാനാണ് എല്ലാവരും വരുന്നത്. പക്ഷേ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടനാട് ഇങ്ങനെയല്ല. ഇത് കണ്ടോ, അവിടെയൊക്കെ മൊത്തം താന്ന് കിടക്കുക കേട്ടോ അല്ലേ? താഴെ പോയല്ലോ ശരിക്കും. ഇത് ഓൾറെഡി താന്നാണ് നിൽക്കണമെന്ന് തോന്നണല്ലേ ഗ്രൗണ്ടിൽ നിന്ന്. ഓ, ഇവരൊക്കെ ഇത് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് ഇവിടെ നിന്ന്. കുട്ടനാട്ടിലെ അവസ്ഥ കേട്ടോ. ഇത് AC റോഡിൽ സൈഡിലുള്ളൊരു വീടാണ് ഈ കാണുന്നത്. ഇത് കണ്ട, ഇതുപോലെ പല വീടുകളും ഉണ്ട് ഈ അവസ്ഥയിൽ. ആ പുറയിൽ ഉള്ള വയലൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. കണ്ടോ, മറ്റേ പടിയൊക്കെ ഒത്തിരി താഴെയാണ്. മീനുകളൊക്കെ ഓടിക്കളിക്കുന്നു. ഈ വലിയ ബോട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ സജ്ജമാക്കി ഇട്ടിരിക്കുകയായിരിക്കും. ആവശ്യം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒത്തിരി ആളുകൾ അതിനകത്ത് കയറ്റാനായിട്ട് പറ്റും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ കേട്ടോ. ഉണ്ടല്ലോ അവിടെയൊക്കെ ആ ചേച്ചിയൊക്കെ നീന്തിയാണ് വരുന്നത്. ആ വീടുകളെല്ലാം ചെറിയ വീടൊക്കെ ആണെങ്കിൽ ശരിക്കും വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇച്ചിരി പൊക്കത്തിലൊക്കെ വെച്ചിരിക്കുന്ന പുതിയ വീടുകൾക്ക് മാത്രമേ അധികം കുഴപ്പമില്ലാതെ നിൽക്കുന്നുള്ളൂ. ഈ കടയൊക്കെ അടച്ചിട്ടിരിക്കുക, അതുകൊണ്ട് അവരുടെ അവിടെയൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു വീടാണ് അത്. ഇത് ഓ, അരപ്രൈസ് വെള്ളത്തിലാണ്. അത് വിൽക്കാനിട്ടിരിക്കുന്നതാണ് വീടും സ്ഥലം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ എടുക്കുമല്ലേ? ഇത് കണ്ട ശരിക്കും ആ അരപ്രൈസൊക്കെ വെള്ളത്തിലായിരിക്കുക. ഇത് കണ്ട റോട്ടിലേക്ക് വള്ളത്തിൽ വരുന്ന നോക്കി. റോഡിലാണ് വെള്ളം. അത് സൂം ചെയ്യാണ്. റോഡിന് ആ വെള്ളം ഒളിച്ചു പോകും. ഇത് പിന്നക്കുന്നു. ഇതേതാ സ്ഥലം? ഇത് പള്ളിക്കൂട്ടുമ്പ. ഇത് മറ്റേ കിടങ്ങര എന്ന് പറയണത് ആണല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോണത് എവിടെയാ സ്ഥലം? പുളിങ്കുന്നല്ലേ? മറ്റേ പുളിങ്കുന്ന് പള്ളിയൊക്കെ ഉള്ളത് ആണല്ലേ? അങ്ങോട്ടൊക്കെ ഈ വെള്ളം തന്നെയാണോ? അതെ അല്ലേ? ഇവിടെയൊക്കെ ഈ കാണുന്ന വെള്ളം അല്ല അങ്ങോട്ടുള്ളത്. വെള്ളം കൂടുതലാ അല്ലേ? വണ്ടി പോകത്തില്ലേ? വണ്ടിയൊക്കെ പോക്ക് പോകാം. അതെ അല്ലേ? അതെ അല്ലേ? ബസ് പോലും ഓടുന്നില്ല. ഇതൊക്കെ ഈ റോഡിൽ വരെ ഈ വെള്ളം കൊണ്ടുപോകേണ്ട അവസ്ഥയാണല്ലേ? ഓ, ഒന്നേകാലടി കൂടിയല്ലേ ഒറ്റ രാത്രി കൊണ്ട്? അപ്പൊ ഈ ഒരു ദിവസം ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ലല്ലേ? മറ്റേ സ്പിൽവേ ഒക്കെ തുറന്നിട്ടില്ലേ? തുറന്നിട്ടുണ്ടല്ലേ? തണ്ണീർക്കം തുറന്നിട്ടുണ്ടല്ലേ? അതുകൊണ്ടാണ് ഒരു ആശ്വാസം അല്ലേ? ഇത് വണ്ടി പലതും ഓഫായി പോകുന്നുണ്ടല്ലേ? അതൊക്കെ ഇല്ല, അതൊക്കെ നിന്ന് പോയി കണ്ടത്. ഓടിച്ചിട്ട് പോയ വണ്ടി ഈ തള്ളിക്കൊണ്ട് തന്നെ കിടന്നു. ഇതൊക്കെ ഇവിടുത്തെ അവസ്ഥയാണ് കേട്ടോ. ഈ കാണുന്ന വെള്ളമല്ല അങ്ങോട്ട്, ഇതിൻ്റെ അപ്പുറത്തെ വെള്ളമാണ്. ഈ കാണുന്നത് വെള്ളം കുറവാണ് എന്നാണ് പറയുന്നത്. ഇത് വെള്ളം കുറവാണ് ഇവിടെ. എന്നിട്ട് ആ വണ്ടി അതൊക്കെ ഓഫായ ഇവിടെ. അത് നിന്നുപോയി. അതായത് നമ്മൾ ഈ AC റോട്ടിൽ കൂടി പോകുമ്പോഴാണ് വലുതായിട്ട് നമ്മൾ ഒന്നും കാണാത്തത്. അത് ഇപ്പോൾ ഈ ഹൈറ്റ് കൂട്ടിയത് കൊണ്ടാണ്. കൂട്ടിയിട്ടില്ല, അതുകൊണ്ട് അവിടുത്തെ വെള്ളം കൂടി ഇങ്ങോട്ട് പോരും. അതാണ്. അതായത് നമ്മളെ ഈ ഇവിടെ കാണുന്ന വെള്ളം ഉണ്ടല്ലോ,
ഈ വെള്ളമല്ല ശരിക്കും, ഇതിനേക്കാൾ കൂടുതൽ വെള്ളമാണ് അപ്പുറത്ത്. ഈ AC റോട്ടിൽ കാണുന്നത് വലിയ കുഴപ്പമില്ല, അവിടെ ഹൈറ്റ് കൂട്ടി ചെയ്തത് കൊണ്ടാണ്. പക്ഷേ ഈ വീടുകളിലൊക്കെ വെള്ളം കയറിയിരിക്കുക. ഓട്ടോയൊക്കെ വന്ന് നിൽക്കുന്നു. റോട്ടിൽ നിന്ന് തന്നെ വെള്ളത്തേക്ക് കയറുന്നത്. എടത്തായിലേക്കുള്ള വഴി നോക്കിക്കേ, ഫുള്ള് വെള്ളമാണ്. ഒഴുക്ക് നോക്കിയേ, എൻ്റെ പൊന്ന്. ഇതുണ്ടല്ലോ, ആ വീടൊക്കെ വെള്ളത്തിലാണ്, കര കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. ഒരു സൈഡിൽ അത്ര ഒഴുക്കുണ്ടായിട്ടും ഈ ഒരു സൈഡ് നോക്കിയേ, കടകനം എന്ന് പറയുന്ന സംഭവമാണിത്. ഇതിങ്ങനെ പിടിച്ചു കിടക്കുക, ഇത് പോകത്തില്ലത്. നമ്മളോർക്കും എന്നാൽ ഇതിൽ നിന്നാണ് ഈ വെള്ളം മൊത്തം, ആ ഒഴുക്ക് മൊത്തം ഇതിൽ നിന്ന് പോണ വെള്ളമാണ്. പക്ഷെ ഇതിങ്ങനെ തന്നെ കിടക്കും. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒഴുക്കൊന്നും ഇല്ലായിരിക്കുന്നു. മാമ്പഴക്കരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് നേരെ പോകുമ്പം എടത്തായിലേക്കൊക്കെ പോവാം. കണ്ടോ, തൊട്ടിപ്പുറ വരുമ്പോൾ ഒഴുക്ക് കണ്ടോ ഇത്ര ഒഴുക്കാം. കര കവിഞ്ഞൊഴുകിയിരിക്കണം ആ വീടുകളിലേക്കൊക്കെ ചെന്നിരി വെള്ളം. അവിടെ എന്തോ മരിപ്പെന്തോ നടന്നിരിക്കുക. അതിൻ്റെ ചടങ്ങിനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെയൊക്കെ ഈ വെള്ളപ്പൊക്ക സമയത്തൊക്കെ വല്ല മരിപ്പൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഇത് കണ്ടോ. ഓരോ വീട്ടിലും എല്ലാം വെള്ളമാണ്, ഒരു പന്തലിടാൻ പോലും രക്ഷയുണ്ടാകാത്ത അവസ്ഥയാണ്. ഇത് കണ്ട ആളുകളൊക്കെ നിൽക്കണമെന്ന് എനിക്ക് ആ ദഹിപ്പിക്കുന്നതും മിക്കവാറും അതിനുള്ള പെട്ടിയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതൊന്നും അല്ല കേട്ടോ, ഇതിൻ്റെ അകത്തേക്ക് ഇനിയും നമ്മൾ പോയി കഴിഞ്ഞാൽ ഒട്ടേറെ കാഴ്ചകളുണ്ട് കാണാൻ. അതെല്ലാം വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം പേറുന്ന മനുഷ്യരുടെ കുറേ കഥകളാണ്.